എല്ലാ വർഷവും ചിലപ്പോഴൊക്കെ സംഘർഷത്തിൽ കലാശിക്കാറുള്ള അനവധി ഹൈന്ദവ ഭക്തന്മാർ, പ്രത്യേകിച്ച് ശിവഭക്തന്മാർ നടത്തുന്ന ഒരു വലിയ ഘോഷയാത്ര ഇന്ന് ആരംഭിക്കുന്നു. ശ്രാവണ മാസാരംഭത്തോടെ നടക്കുന്ന കാൻവാർ യാത്രയാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. സൈബർ കമാൻഡോകളെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ രാജ്യത്ത് സൈബർ കമാൻഡോകളെ വിന്യസിച്ചിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് വിവിധ സംസ്ഥാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഹരിദ്വാറിലേക്കാണ് ഈ ഭക്തർ കൂട്ടമായി എത്തുന്നത്. ഇത്തവണ 4 കോടി തീർത്ഥാടകർ എത്തുമെന്നാണ് ഈ ഹരിദ്വാർ ഭരണകൂടം കരുതുന്നത്. അതിനുള്ള മുൻകരുതലുകളാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടമായി തന്നെ റോഡ് മാർഗം 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഹരിദ്വാറിലെത്തി ഗംഗാജലം ശേഖരിച്ച് അവരവരുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെയുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് അത് തീർത്ഥമായി വാങ്ങുന്ന ഒരു ചടങ്ങാണ്. അത് എല്ലാ വർഷവും നടക്കുന്നതാണ്. മുൻകാലങ്ങളിലൊക്കെ ഈ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്താൻ വിവിധ മതമൗലികവാദ സംഘടനകളും മറ്റുമൊക്കെ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ സംഘർഷങ്ങൾ നടന്നിരുന്നു. ഇത്തവണ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കനത്ത സുരക്ഷയാണ് UP, അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ദില്ലി തുടങ്ങിയ സർക്കാരുകൾ കൈക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഈ യാത്ര പോകുമ്പോൾ ഗംഗാജലവുമായി വരുന്ന ഭക്തർ വിശ്രമിക്കുമ്പോൾ ആ ജലത്തിലൊക്കെ മലിനമായ വസ്തുക്കൾ ഇറച്ചി അടക്കം കൊണ്ടിട്ടുകൊണ്ട് കലാപത്തിന് വലിയ ശ്രമം മുൻപ് നടന്നിരുന്നു. അതുപോലെ തന്നെ വഴിയരികിലും മറ്റുമൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഹോട്ടൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ തീർത്ഥാടകരെ ആകർഷിക്കുകയും പക്ഷേ നോൺ വെജിന്റെ അംശങ്ങളും മറ്റും ഈ ഭക്ഷണത്തിൽ ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തതായി വലിയ കലാപത്തിന് കാരണമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണ തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു, ഈ കാൻവാർ യാത്ര കടന്നു പോകുന്ന റോഡ് അരികിലുള്ള ഹോട്ടലുകളെല്ലാം കടയുടമയുടെ പേരും ഫോൺ നമ്പരും പ്രസിദ്ധപ്പെടുത്തണം, അതൊരു നിയമമാണ് എന്നാണ്. പക്ഷേ അതിനെതിരെയും പ്രതിഷേധമുയർന്നു. പക്ഷേ യോഗി ആദിത്യനാഥ് പറഞ്ഞു അത്തരത്തിൽ പേരുകളും നമ്പറുകളും പ്രസിദ്ധപ്പെടുത്താൻ കഴിയാത്ത കട ഈ ഭാഗത്ത് ഈ യാത്ര കടന്നു പോകുന്ന സമയത്ത് വേണ്ട എന്ന് പറയുകയും പലരും പേരുകൾ പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് തന്നെ അനവധി കടകളാണ് അടച്ചുപൂട്ടി പോയതും. കാരണം ഈ വ്യാജ പേരുകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ഹിന്ദു പേരുകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് അനവധി ഹോട്ടലുകൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സംഘർഷത്തിന് കാരണമാകും എന്ന് കണ്ടതുകൊണ്ടാണ് ഈ കടയുടമയുടെ പേരും നമ്പരും അതിൽ നൽകണമെന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്.